എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്പത്തിരിയാണ്. അപ്പോൾ വേറൊരു രീതിയിൽ നെയ്പത്തിരി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് തീരെ എണ്ണ കുടിക്കാത്ത രീതിയിൽ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു നെയ്പത്തിരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് പുട്ടുപൊടിയാണ് ഇട്ടെടുക്കുന്നത്. ശേഷം ഇതിലേക്ക് 1/4 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതേ അളവ് തന്നെ 1/4 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതാണ് ഇട്ടെടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ഞാനൊരു 7 ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടെടുക്കാം. ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി ഒരു 2 ചെറിയ വെളുത്തുള്ളിയുടെ അല്ലിയും ഒരു പച്ചമുളകും കൂടി ചേർത്ത് വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി ഇതിലേക്കുള്ള മാവ് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് 2.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത്. നമ്മൾ പുട്ടുപൊടി എടുത്ത അതേ കപ്പിൽ 2.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത്. വെള്ളമൊക്കെ നല്ല തിളച്ച് വരാനായിട്ടുണ്ട്. അപ്പോഴേക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഈ പൊടി ഇട്ടെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ പൊടി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ തീ കത്തിക്കേണ്ട ആവശ്യമില്ല, ഫ്ലെയിം ഓഫ് ചെയ്യാം. എല്ലാ ഭാഗത്തും വെള്ളം എത്തുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ചെറിയൊരു ലൂസായ പരുവത്തിലായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഇത് കുറച്ച് കഴിഞ്ഞാൽ സെറ്റ് ആയിക്കോളും. പുട്ടുപൊടി ആയതുകൊണ്ട് തന്നെ ഈ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നോളും. ഇനി 10 മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ചു വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചൂടോട് കൂടി തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. പൊടിയൊക്കെ നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ചൂടോട് കൂടി തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഓരോ പത്തിരിക്കുള്ള ബോൾസ് ആക്കി എടുക്കാം. അധികം കട്ടിയില്ലാത്ത രീതിയിലാണ് പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ചെറിയ ബോൾസ് ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇതേ ഒരു അളവിൽ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് ഞാനെന്താ ഒരു കവർ എടുത്തിട്ട് ആ കവറിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുകയാണ്. ശേഷം ഓരോന്നും നല്ല ഷേപ്പിലാക്കി എടുത്തിട്ട് ഈ കവറിൽ വെച്ചെടുത്തിട്ട് കൈകൊണ്ട് തന്നെ നമുക്ക് പ്രസ് ചെയ്തിട്ട് പരത്തിയെടുക്കാം. ഇതേപോലെ അടുത്തതും കൂടി ചെയ്തെടുക്കാം.
അപ്പോൾ അതേപോലെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. അധികം കട്ടിയില്ലാതെ അതേപോലെ പരത്തുന്നതാണ് നല്ലത്. കട്ടിയുണ്ടായാൽ നമുക്ക് വെന്ത് കിട്ടാനും കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ ഇത് പൊരിച്ചെടുക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നല്ലോണം ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടായിട്ട് വേണം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട. എണ്ണ നല്ലോണം ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം പൊരിച്ചെടുക്കാനായിട്ട്. പത്തിരി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് കഴിഞ്ഞാൽ തന്നാലെ നല്ലോണം പൊങ്ങി വന്നോളും. പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ പത്തിരി റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ മുഴുവനായിട്ട് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അധികം എണ്ണ ഒന്നും കുടിക്കാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്